ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി ഈശോയോട് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന അലസത, ക്ഷീണം, ഉറക്കം, നെഗറ്റീവ് ചിന്തകൾ, പൈശാചിക പ്രലോഭനങ്ങൾ, ഇവയെല്ലാം അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരിക്കുന്ന സമയത്ത് ഒരു ശുശ്രൂഷ കഴിഞ്ഞിട്ട് പിരിയുവാൻ തുടങ്ങുമ്പോൾ എൻ്റെ സ്നേഹിതനായ ശുശ്രൂഷകൻ പറഞ്ഞു, ഇന്ന് നമുക്ക് കുറച്ച് നേരം വീട്ടിലിരുന്ന് ജപമാലയൊക്കെ ചൊല്ലി കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് പിരിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ സ്നേഹിതൻ്റെ വീട്ടിൽ പോവുകയും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ചായ കുടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പോക്കറ്റിലാണ് ജപമാല ഇട്ടിരുന്നത്. ഞാൻ ഈ ജപമാല നോക്കുമ്പോൾ എൻ്റെ പോക്കറ്റിലില്ല. ഞാൻ ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെയും ഒക്കെ പോക്കറ്റിൽ ഇങ്ങനെ മാറി മാറി നോക്കിയിട്ടും ജപമാലയില്ല. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് മേടിച്ചൊരു ജപമാലയായിരുന്നു. അത് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് വലിയ ഒരു സങ്കടം തോന്നി. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ജപമാല ചൊല്ലുവാൻ തുടങ്ങുമ്പോൾ ഞാൻ ഈ സ്നേഹിതനോട് പറഞ്ഞു, ജപമാല എടുക്കുവാൻ മറന്നുപോയി, എനിക്കൊരു ജപമാല തരണം എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ പോക്കറ്റിൽ നോക്കുമ്പോൾ ഒരു ജപമാല കിടക്കുന്നു. ഞാൻ എടുത്ത് നോക്കുമ്പോൾ പുതിയൊരു ജപമാല, നല്ല തൂവെള്ള കളറിൽ. ഞാൻ എൻ്റെ സ്നേഹിതനെ കാണിച്ചു. അപ്പോൾ ഈ സ്നേഹിതൻ പറഞ്ഞു, ഇത് പുതിയൊരു ജപമാലയാണല്ലോ, ഇത് ശരിക്കും മാതാവ് തന്നതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. പിരിയുവാൻ തുടങ്ങുമ്പോൾ ഞാൻ ഈ ജപമാല എൻ്റെ സ്നേഹിതന് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഈ വീട്ടിൽ വന്നപ്പോഴല്ല ജപമാല കിട്ടിയത്, അതുകൊണ്ട് ഈ വീട്ടിൽ തന്നെ വെച്ചാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ സ്നേഹിതൻ പറഞ്ഞു, അതല്ല കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, ഇവിടെ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ഈ സ്നേഹിതൻ എന്നെ കൊടുത്തു. കാരണം എനിക്ക് ഈ അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും വലിയ താല്പര്യമില്ല. കാരണം അത്ഭുതങ്ങൾ കണ്ടില്ലേലും അടയാളങ്ങൾ കണ്ടില്ലേലും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കണം, പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. അതിനൊന്നും ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഞാൻ ആ വീട്ടിൽ നിന്ന് പിരിഞ്ഞു. ഒരു 2 ദിവസം കഴിയുമ്പോൾ ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു, എനിക്ക് കഴിഞ്ഞ ദിവസം പരിശുദ്ധ അമ്മ ഒരു ജപമാല തന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഈ വ്യക്തി എന്നോട് പറഞ്ഞു, വേറെ ആർക്ക് പോലും കൊടുത്താലും പരിശുദ്ധ അമ്മ എനിക്ക് ജപമാല തന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം. ഞാനന്നേരം മാതാവിനോട് ചോദിച്ചു, മാതാവ് എനിക്ക് ഇനി ശരിക്കും ജപമാല തന്നില്ലേ എന്നിങ്ങനെ മാതാവിനോട് ചോദിച്ചപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, ഈ വിളിച്ച വ്യക്തിയുടെ അമ്മ അടുത്തിരുന്ന് കറിക്കരിയുന്നുണ്ട്. ഈ കറിക്കരിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് കൈ മുറിഞ്ഞു, ഒരു വെള്ളത്തുണിയിട്ട് കൈ കെട്ടിയിട്ടാണ് ഇപ്പം കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വിളിച്ച വ്യക്തിയോട് ഞാൻ ചോദിച്ചു. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, അമ്മയോട് കറിക്കരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കൈ മുറിഞ്ഞു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു, ഇതാണ് പരിശുദ്ധ അമ്മ എനിക്ക് ജപമാല തന്നു എന്നുള്ളതിൻ്റെ അടയാളം എന്ന് ഈ വ്യക്തിയോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ ഞാൻ ഇന്ന് വരെ പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഞാൻ ഈ ജപമാല പ്രാർത്ഥനയിൽ ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ല. എനിക്കൊത്തിരി അടയാളങ്ങളിലൂടെ പരിശുദ്ധ അമ്മയുടെ ആ ഒരു സ്നേഹം, പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യമൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ എനിക്കൊത്തിരി അവസരങ്ങൾ തന്നിട്ടുണ്ട്. സുഗന്ധാഭിഷേകമായിട്ടും ഇങ്ങനെ ജപമാലയായിട്ടും അല്ലാതെ പരിശുദ്ധ അമ്മയുടെ ഒത്തിരി സാന്നിധ്യം അനുഭവിച്ചറിയുവാനൊക്കെ ഒത്തിരി അവസരങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എൻ്റെ ജപമാല പ്രാർത്ഥനയിൽ ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടില്ല. കാരണം ചിലരൊക്കെ ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യം ചൊല്ലും, അതിനുശേഷം ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി 10 സ്വർഗസ്വനായ പിതാവേ ചൊല്ലും, അല്ലെങ്കിൽ വചന ജപമാലയായിട്ട് ചൊല്ലും. ചിലർ ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞവർ ഇങ്ങനെ അന്യഭാഷയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരിക്കലും ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, എത്ര ജപമാല ചൊല്ലുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, കാരണം എനിക്കങ്ങനെ എണ്ണമൊന്നുമില്ല. ചില ദിവസങ്ങളിൽ ഒരു നന്മ നിറഞ്ഞ മറിയമേ പോലും ചെല്ലാൻ പറ്റത്തില്ലാത്ത അവസ്ഥകളിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ വ്യക്തി എന്നോട് പറഞ്ഞു, ഞാൻ 50 ജപമാലയിൽ കൂടാതെ എല്ലാ ദിവസവും ചൊല്ലുമെന്ന് പറഞ്ഞു. 50-60 എണ്ണമൊക്കെ ഞാൻ ജപമാല ചൊല്ലും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് ചോദിച്ചു, ഇതെങ്ങനെ ചെല്ലാൻ ഇങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ വ്യക്തി എന്നോട് പറഞ്ഞു, അത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. രഹസ്യം ചൊല്ലുന്നു, ഒരു സ്വർഗസ്വനായ പിതാവേ ചൊല്ലുന്നു, അതിനുശേഷം നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ ഞാൻ അന്യഭാഷയിലാണ് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നത് എന്ന് പറഞ്ഞു. ഒരു നന്മ നിറഞ്ഞ മറിയമയ്ക്ക് 1 സെക്കൻഡേ ഉള്ളൂ. അങ്ങനെ ചെല്ലുമ്പോൾ 50 അല്ല 100 എണ്ണം ചെല്ലുന്നതിനും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതോ ഒന്നുമല്ല. വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ അമ്മ ജപമാല കൊടുക്കുമ്പോൾ നമ്മൾ ആ ജപമാല പ്രാർത്ഥനയിൽ ഒരിക്കലും കൂട്ടലുകളോ കുറയ്ക്കലുകളോ ഒരിക്കലും ചെയ്യരുത്. കാരണം സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയ്ക്ക് രക്ഷകന്റെ ഈശോയുടെ ജനനത്തെക്കുറിച്ച് സന്ദേശം കൊടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദൂതനോട് പറയുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് ആമേൻ പറഞ്ഞ് ആ ഒരു സ്വീകരിക്കുന്ന സമയം നരകത്തിൻ്റെ അടിത്തറ കുലുങ്ങിയ ഒരു സമയമാണ്.
നരകത്തിൽ പിശാച് അലറി വിളിച്ചിട്ടുണ്ടാവും ആ ഒരു സമയത്ത്. കാരണം ആദത്തിൻ്റെ പാപം മുതൽ അവസാന തലമുറയുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വരാനിരിക്കുന്ന ഈശോയ്ക്ക് ജന്മം നൽകുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ ആമേൻ പറഞ്ഞ ഒരു സമയം. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ക്ഷീണമുണ്ടാകും, ഉറക്കം വരും, നെഗറ്റീവ് ചിന്തകൾ വരും. വിശുദ്ധിയോടുകൂടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരു സമയം സാത്താൻ്റെ രാജ്യത്തിൻ്റെ അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു സമയം. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ ജപമാല പ്രാർത്ഥനയിൽ ഒത്തിരി കൂട്ടലുകളോ കുറയ്ക്കലുകളോ ചെയ്യരുത്. കാരണം വചനമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ വചനം ധ്യാനിക്കുമ്പോൾ ഈ നന്മ നിറഞ്ഞ മറിയമ്മേ, പരിശുദ്ധ മറിയമ്മേ, ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പിശാചിന് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കൂട്ടലുകളും കുറയ്ക്കലുകളും സംഭവിക്കുമ്പോൾ ഈ ജപമാല പ്രാർത്ഥനയ്ക്ക് പൂർണ്ണതയില്ലാതെ വരും. നമ്മളിപ്പോൾ SSLC പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തരും. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യന് ഉത്തരം എഴുതാതെ നമ്മൾ മറ്റുള്ള ഉത്തരങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയിൽ തോറ്റുപോകും. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ നമ്മളാരെയും കുറ്റപ്പെടുത്തുന്നതൊന്നുമല്ല. പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക്കിലൂടെ, കത്തോലിക്ക സഭയിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ആ ജപമാല മാത്രം ചൊല്ലി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ നിറയപ്പെടുവാനും നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് കൃപാവരങ്ങളാൽ നിറയപ്പെടുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.